അവളുടെ മനസ്സിൽ സാർ സാർ അവൻ വെള്ളം അടിച്ചിരിക്കുവാണ് എന്റെ വണ്ടി ചെല്ല കുടച്ചിട്ടുണ്ടോ സാർ അവൻ വെള്ളമാണ് പോയോ കേറ് കേറ് അങ്ങനെ അതിനൊക്കെ വെള്ളം കേട്ടാ നീ വെള്ളം അയാൾ ബാബുസേട്ട് കുടിച്ചിട്ടില്ലേ ഞാൻ കുടിച്ചിട്ടില്ല ഇതൊക്കെ എവിടുന്ന കൊണ്ട് അടിച്ചിട്ടാ ഞാൻ അടിച്ചിട്ടുണ്ടോ എടാ മണ്ട ഗ്ലാസിന്റെ അപ്പുറത്തടാ ഞാൻ പുതിയത് അടുത്ത ഗ്യാങ് കൊണ്ട് ഈ ഹോൺ വെക്കണം ബാബുസേട്ട് ബാബുസേട്ട് അവനിക്കായി പിറന്നൊരു ബാബുസേട്ട് ബാബുസേട്ട് അതവിടെ നിൽക്കട്ടെ ബാബുസേട്ട് അവനിക്കായി എന്റെ പൊന്നു ഇവനൊന്നും കൊടുക്കല്ലേ സാധനം കൊടുക്കല്ലേ ഒരെണ്ണപ്പോഴത്തേക്ക് പെനഞ്ഞ് ഒരെണ്ണം പോലും അടിച്ചില്ല അതിൽ പകുതി എന്തിനുണ്ടോ കണ്ട രാണൊരു പത്തങ്ങി തന്നെ പോയി രായ വീണ്ടും ടെസ്റ്റ് ചെയ്തിരിക്കണേ ഇവിടെ എന്തൊക്കെയോ എടാ രായ എന്തൊക്കെയോ കുടിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരിക്കുന്നു നോക്ക് രണ്ട് കാണാനല്ലേ ഇപ്പൊ പാടില്ലേ നല്ല രീതിയിൽ അടിച്ചൊന്ന് മൂടായിട്ട് പാടിയാ മതി നമുക്കൊരു വെല്ലുവിളി പാർട്ടി നടക്കുന്നുണ്ട് കേട്ടോ ഇവനെ പോലെ കഴിവില്ലെങ്കിൽ കുടിക്കാതിരിക്കരുത് നമ്മുടെ ഒരെണ്ണം പതുക്കെ അതങ്ങോട്ട് ചെല്ലുമ്പോ അങ്ങോട്ട് വീര്യം വരുന്നു എന്ത് ചെയ്യാനാണ് ഇല്ല എനിക്ക് ഓരോ പ്രശ്നവും ഇല്ല ഇത് ഞാനും പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല ഇത് കാലിലെ തല്ല വിരല പോലെ തലയിൽ അവസാനത്തെ മുടി വരെ ഒരു തരിപ്പ് അതേ ഉള്ളൂ അതാണോ നിനക്കുള്ള തരിപ്പ് പടയപ്പാ നേരത്തെ പ്രണയത്തെ പറ്റി പ്രണയമെന്ന അഖില സാഗർ പ്രണയിക്കണമെങ്കിൽ അരി രണ്ടെണ്ണം അടിക്കണം മനസ്സിലായില്ലേ നിയമം മാറ്റരുതല്ലോ മനസ്സിലായില്ലേ എന്റെ അടുത്ത് കുടിക്കില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ കുടിക്കില്ല അതൊക്കെ അത്രേ ഉള്ളു വെള്ളം നമ്മൾ അടിക്കത്തില്ല ചങ്ക് എടുത്ത് പുറത്ത് അടിച്ചാല് ചെമ്പരത്തി പൂന്ന് പറയുന്ന കേസ് കണ്ടപ്പോഴായിരിക്കും നീ പാന്റ് ഇടാതെ നിന്നപ്പോഴായിരിക്കും ചെമ്പരത്തി പൂന്ന് പറഞ്ഞ ഇവന്റെ പ്രശ്നമാണോടാ പിള്ളേരെ നമ്മുടെ പ്രശ്നം എന്ത് പ്രശ്നം എന്ന് പറഞ്ഞ കാരണം പരന്തു ബാസു ആണ് പ്രശ്നം മനസ്സിലായോ നമ്മ മുളാലില്ലേ നീ എന്നെ മുളാലി പുള്ളി ഒരു പെണ്ണ് നോക്കണെന്ന് ഞാൻ പ്രശ്നം പറഞ്ഞിട്ടുണ്ട് ഡോക്യുമെന്റ് ഉണ്ടാക്കാൻ നിന്റെ വെള്ളച്ചണ്ടി പേന വെച്ച് വരയുടെ പട്ടി ഡോക്യുമെന്റ് ഉണ്ടാക്കി 50 നോട്ട് വെച്ചടി മോനെ നിനക്ക് പറ്റൂല വേറെ റേഡിയോ പറ്റി സംസാരിക്കുന്നത് നമ്പൂരി ബാബു ഓയേ പിന്നെ ഞാൻ അമ്പത്തൂരിന്റെ തണ്ടാന്റെ പേരിട്ട് വെള്ളം അടിച്ചത് നിനക്ക് പ്രശ്നമുണ്ടോ നീ ഒരെണ്ണം മൊലാലിയെ പറ്റി മൊലാലിയെ പറ്റി പറയുമ്പോ എനിക്ക് ആ മകൻ വ്യക്തിയെ പറ്റി 2 ചിട്ടപ്പെടുത്താനും പറയണം. ഞാൻ പറയലേ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. മൊലാലിയിൽ ഞാനും ഫ്രണ്ട്സാണ്. മൊലാലിയെ കണ്ടപ്പോൾ ഞാനും ഫ്രണ്ട്സാണ്. ഇത് ഞാനും മുലലിയും ഫ്രണ്ട്സാണ്. മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? എന്റെ മനസ്സിലായി ഗുലാൻ. എന്റെ ഞാൻ
പ്രേമിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ്? എനിക്ക് വേണ്ടി. ആ ബാബുശ്ശേരിക്ക് വേണ്ടി. പിന്നെ നമ്മൾ മുതലാളി പ്രേമിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ്? അതും എനിക്ക് വേണ്ടിയാണ്. അപ്പൊ രണ്ടും തുല്യമല്ലേ? അതല്ല മുതലാളി പ്രേമിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. അതായത് മുതലാളി പ്രേമിച്ച മുതലാളി നല്ല രീതിയിൽ നീക്കും. അപ്പൊ മുതലാളി നല്ല രീതിയിൽ പൊണ്ണ് തുണിമോനെ വെള്ളം പിടിച്ച് നേരെ നില്ലേ. അത് സെറ്റോണായി നോ പ്രോബ്ലം. അപ്പൊ മുതലാളി പ്രേമിക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്, മനസ്സിലായോ? പക്ഷേ ഒരു പ്രേമത്തിൽ നിർത്തുന്നില്ല, മനസ്സിലായില്ലേ? മുതലാളി പ്രേമിച്ചപ്പോ മുതലാളിക്ക് 2 പ്രേമം ഉണ്ടായിരുന്നപ്പോ ഞാൻ ഉണ്ടായിരുന്നു, മനസ്സിലായോ? മുതലാളിക്ക് ഞാൻ എലിയെ ഒക്കെ കൊടുത്ത് നമ്മ ബെഞ്ച് ഫ്രണ്ട് രായം പന്നടാ. വായില് കോയിലും വെച്ച് കിടക്കാൻ എനിക്ക് കുഴപ്പമില്ലേ? നിങ്ങളൊക്കെ തല പൊട്ടണേ. അണ്ണാ മേലോട്ട് ഹലോ. ബാബു വാങ്ങി വണ്ടാச்சு. ഹലോ. சொல்லுங்க. അവന് ഞാൻ സ്റ്റെപ്പ് നേരെ പറഞ്ഞിട്ട് റൈറ്റ് എടുക്കുമ്പോ ലെഫ്റ്റ് ഡോറിനകത്ത് ബാബു ഉണ്ട്. ബാബു വണ്ടി പാർക്ക് ചെയ്തെടുത്ത് ഹലോ. ഹലോ ഇതാണ് റേഡിയോ കേട്ടത്. ഓ സോറി രായനല്ല, അത് ഫോണിലല്ല, അത് റേഡിയോയിലാ. കണ്ടിരുന്നോ? ഓക്കെ இவங்களா ராயன்? ஹலோ. എങ്ങനെ കൊണ്ടാണത് ഇങ്ങനെ? ബാറിന്റെ ചുമരിലൊരു പല്ലിനെ കിട്ടി. നല്ല ഇതാണ് സാധനം. യെസ്, നമ്മൾ കണ്ടുമുട്ടിയിരിക്കുന്നു വീണ്ടും. ഇതേതാ ഈ ബൊമ്മ? ഫാൻസി കടയാണോ? ആവണിപ്പോ പറയും കേട്ടോ. മലയാളം അതാണ് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ബാബുശ്ശി സംസാരിക്കുന്ന തമിഴായിട്ട് കേൾക്കുന്ന ഒരു അടിച്ചു പോലെ സംസാരിച്ചിട്ട് തമിഴ് എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഇതിനൊന്നും പിടിച്ച ഞാൻ ഓക്കെയാണ്, മനസ്സിലായോ? അപ്പൊ എന്നെ ആരും പിടിക്കും? എന്നെ ഇപ്പൊ എന്തൊരു സാധനടാ വന്നത്. അത് സർവർ എത്തിക്കാനുള്ള ഒരു സാധനം അണ്ണാതെടുത്ത് കുടിക്കും നമ്മൾ. ഫൂളാണ് തുണി, നീ ഫൂളാണ്. കാലെടുത്തിട്ട് ഒറ്റ അടി അടിയല്ല ഗാളെ പാണ. ഹലോ. മനസ്സിലായോ? സംസാരിക്കണ ഒരു മിനിറ്റ് അറിയാടേ. അതേ ഞാനും വന്ന് മൊയലെല്ലാം പേസറടാ തമിഴില്. നമസ്കാരം. നമസ്കാരം.
അറിയാതെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ രണ്ടെണ്ണം അടിച്ചു நல்லா தெரியுது ரெண்டு என்ன அடிச்சிருக்கீங்க പക്ഷെ അവൻ ഞാൻ ഇപ്പൊ പറയാൻ പാടുള്ള കാര്യമാണോ ഞാൻ പറയുന്ന കാര്യമാണോ കണ്ടിട്ട് അറിയില്ല പക്ഷേ ആവണി പൊണ്ണൂനാലാടിക്കാടിന്നെ എഞ്ചാരം മസിലേ എമ്മരേ ആവണി പൊണ്ണൂനാലാടിക്കാടിന്നെ എഞ്ചാരം മസിലേ എമ്മരേ ഓരോരോ കോൺസെപ്റ്റ് വാങ്ങി എനിക്കൊരു പാട്ടാറാ പറഞ്ഞപ്പോ നീ പാടി തന്നില്ല ഇനി അവനിക്ക് പൂവൊക്കെ ചൂടി കൊടുത്ത് ദീണ്ടനക്ക് രായണ്ണ ദീണ്ടനക്ക് രായണ്ണ തീ പിടിച്ചത് രായണ്ണനല്ലേ അങ്ങനെ വരുന്നവനല്ലല്ലോ പെണ്ണിനാണ് ഇഷ്ടം ഇപ്പൊ പറ ഇവിടെ ഫ്രണ്ടില് ഫ്രണ്ടിൽ ഞാൻ കൊണ്ടിരുപ്പ അതൊക്കെ മാത്രം മതി കൊള്ളാനെ ആ നെല്ലിക്ക അച്ചാറിങ്ങട് വീരര് എന്നെ പോലെ എണീക്കാൻ പറ്റുന്നില്ല ആടരുത് നിന്റെ ആവരണി എവിടെടാ അവനിന്റെ ഇവിടെ പോയി ഈ സാധനം പോലെ എന്തരളെ കളിക്കൊന്നും കണ്ടടളിയാ കിക്ക് പോലൊരു സാധനം നീ അടിച്ച 2 കുപ്പി എനിക്ക് അതാ നീ എവിടെയാ എനിക്കൊണ്ട് കണ്ടോ பாபு போதும் 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 நீ எவ்வளவுதான் குடிப்ப ബാബുറു എനിക്കൊന്ന് കണ്ടൂടാ മരീനല്ലേ അവന് പറഞ്ഞത് അത് നടക്കുന്ന സാധനം മതി മതി അവന് നമ്മൾ വിചാരിക്കുന്ന സാധനം നമ്മൾ വിചാരിക്കുമ്പോ അറിയാക്കാൻ പറ്റൂല എന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി അവന് മനസ്സിലായി നമ്മള് മരീന്റെ തോന്നിയാലും നമുക്കത് മണി ആവില്ല പക്ഷേ നമുക്ക് വേണമെന്ന് തോന്നുമ്പോ നമുക്കത് കിട്ടൂല ചുരുമോനെ മനസ്സിലായില്ലടാ നമുക്ക് മനസ്സിലാവൂലടാ അതിന്റെ വില അറിയുള്ളൂ യഥാർത്ഥ സത്യത്തിന്റെ വില അറിയാത്തവരാണ് ഈ ഭൂമിയിൽ പലവരും അവനൊരു കാര്യം കണ്ണ് വില അറിയില്ല പക്ഷെ കണ്ണില്ലെങ്കിൽ ചെവി വില അറിയും മനസ്സിലായോ അത് മലയാളം ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ആയിട്ട് നീங்க നടക്കുന്ന ശരിഞ്ഞു നമ്മളെ പോയിട്ട് ബർത്ത്ഡേ അവണി ഇവരൊക്കെ ജനിച്ചിട്ടുണ്ട് അവണ്ണി ഹലോ പുറത്തോട്ട് ഹലോ ഹലോ ഇപ്പൊ ഡോൺ മൈൻഡ് ഒരു ബർത്ത്ഡേ വിഷ് ചെയ്തോട്ടെ பண்ணுங்க பண்ணுங்க ഹാപ്പി ബർത്ത്ഡേ സാവേജ് മോനെ ഹാപ്പി ബർത്ത്ഡേ ഇല്ലേ പക്ഷേ എനിക്ക് അവനെ കൂടി ലോകം മുഴുവൻ കാണാം എനിക്കതിൽ സാവേജിനെയും കാണാം ഹാപ്പി ബർത്ത്ഡേ സാവേജ് മോനെ താങ്ക് യു ഹാപ്പി ബർത്ത്ഡേ സാവേ പക്ഷേ മോനെ നമ്മുടെ ഏറ്റവും വലിയ ബർത്ത്ഡേ അറിയാവോ ധൈര്യമില്ല സത്യം പറയാലോ അതല്ല കണ്ണുണ്ട് വെടിവെച്ച് ആളെ കൊല്ലാം മനസ്സിലായോ പക്ഷേ ഉള്ളിലുള്ള ഇഷ്ടം പറയാൻ പോലെ ധൈര്യമില്ല ഇത് മാത്രമല്ല അതുപോലെ നമ്മള് ഫ്രണ്ടിനോട് ചോദിക്കും ഒരു ഹെൽപ്പ് വേണം അവര് പറയും പറ്റില്ല ബാബുജി എന്നാச்சு ബാബുസേട്ട് ആ കുപ്പി അടിച്ചേക്കാൻ എനിക്ക് ജനക്കനും പറഞ്ഞ കാര്യം അത് നിനക്ക് കേട്ടതല്ലേ നീ വോട്ട് ചെയ്തല്ലേടാ നീ വോട്ട് ചെയ്ത കള്ള നീ അല്ലേടാ അപ്പുറത്ത് വോട്ട് ചെയ്ത ചെറ്റ
சோனி പട്ടി சரக்கண்ணா என்ன നീ சொன்னாரு വോട്ട് ചെയ്തില്ലടാ சரக்கண்ணனுக்கு நோட்டு வந்து பண்ண. ரொம்ப வருத்தம் எப்படி ஓட்டு பாபுசேட் செய்தீங்க? இந்த மாதிரி தனியா இருக்கிறது பாபுசேட்டுக்கு ഞാൻ வந்து vote யாருமே ചെയ്യുന്നു, இல்லை എനിക്ക് எல்லாரும் அவனவனுக்கு அவங்களுக்கு தேவைப்படுறதுக்கு பின்னாடி போயிட்டு இருக்காரு ஆனா பாபுசேட் மட்டும் இப்பவும் தனியா இருக்காரு அதனால எங்களுக்கு எல்லாருக்குமே ரொம்ப வருத்தம் குடிக்கிறாரு இன்னைக்கு என்ன பிரச்சனை ஏதோ தெரியல ரொம்ப வருத்தம் இருந்தாதான் பாபுசேட் இப்படி குறிச்சு பாத்திருக்கேன் இல்லன்னா குடிக்கவே மாட்டாரு കാട്ടിയല്ലോടാ ഞാനൊരു പ്രീപറ അടിക്കോ വണ്ണപ്പുറാണ് കുടിച്ചത് അതൊക്കെ നിന്നെ പശ്ചിമല്ലടാ ஓ அது பயங்கர சீனா இருந்தா ஏன்னா குடிக்கிறது ஃபர்ஸ்ட் டைம் கிடையாது ப்ரப்போஸ் குடிச்சு ப்ரப்போஸ் பண்றது ஃபர்ஸ்ட் டைம் கிடையாதுன்னு சொல்றீங்களா எனக்கு புரியல என்ன பிரச்சனை ഫസ്റ്റ് ടൈം കുടിക്കുന്നത് ഫസ്റ്റ് ടൈം ஹேசல் അല്ല ഏഴ്സൽ കാൻസർ വന്ന സമയത്താണ് ഞാൻ ലാസ്റ്റ് കുടിച്ചത് അവനെ பேசல வந்து ப்ரப்போஸ் பண்ணது அன்னைக்குதான் கடைசியா இவருக்கு കാബറിക്ക് മുണ്ടും ക്യാൻസർ വന്ന പതിന് മനസ്സിലായി கேன்சர் கேன்சர் போடா இவரு கடைசியா குடிச்சது அதுக்கப்புறம் இப்பதான் பாக்குறேன் என்னன்னு தெரியல அப்படி ஒரு வருத்தம் வர சொல்ல எதுக்கு மாட்டேங்குது குடிக்கிற பாபுஜி നീ മലയാളത്തിൽ സംസാരിച്ചത് ഒരു മണി എനിക്ക് മനസ്സിലായില്ല എന്ത് പറ്റി ബാബുജി എന്ന് ഭാഷ சொல்றாரு. പറയൂ അത് ശ്രീമണി ആ, താങ്ക് യു ഓ സോറി ഉമ്മ ഉം, ഞാൻ ആ, പറഞ്ഞത് നീ പറഞ്ഞു കൊടുത്തല്ലോടാ താങ്ക് യു അവൻ കുറച്ചാണ് ഓരോരുത്തെങ്കിൽ ഓരോ കത്തൽ കൂടി എനിക്ക് വിഷമുണ്ടല്ലോ അന്ന് അടിക്കുന്ന സാധനം ഏതാണ് ഇത്ര ഭൂമിയിലെ നശിച്ചു പോവാൻ പാകത്തിന് നേരെ സാരനോട് നീ അടിക്കണത് ഒരു ഇങ്ങനത്തെ இல்ல இல்ல போதும் 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 பாபுஜி போடுற ஐயோ நான் பாட்டுட்டேன்னா മദ്യപാനം நீங்க குடிச்ச காரியங்க நான் கிளம்புறேன் അത് ഇല്ല അവൻ ഞാൻ എനിക്ക് ഇവിടെ മഴ പിടിച്ച് കേങ്ങ ஆ? ഞാൻ ഒരു കാര്യം ഞാൻ വണ്ടി പിടിച്ച് പോവാം അവന് പൊക്കോളും இல்ல முடியாது 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 நோ வண்டி ஓடிக்கிறேன் ഞങ്ങൾ പുറത്തോട്ട് നിക്കണം പുറത്തോട്ട് നിക്കണോ குடிச்சதுக்கு அப்புறம் வண்டி ஓட்டணும் പുറത്തോട്ട് നിക്കിയ നീ ആര് പുറമ്പോക്കാരാ അയ്യോ അതല്ല അതല്ല ഞാനും നീയും മനസ്സിലല്ലേടാ നിനക്കില്ലാതെ എന്ത് പ്രൈവസിയാണ് എനിക്കുള്ളത് ഞങ്ങൾ ഇറങ്ങിയപ്പെട്ടു അവസാനമായിട്ട് ഞാനൊരു നോട്ട് വായിക്കാം മദ്യപിച്ചാൽ ഉള്ളിലുള്ളതെല്ലാം പുറത്തു വരുമെന്ന് സയൻസിൽ കണ്ടെത്തി പക്ഷേ മദ്യമല്ലടാ പ്രശ്നം മനുഷ്യന്മാരാണ് പ്രശ്നം നീ തന്നെ സിഗരറ്റ് ഉണ്ടല്ലോ ഇത് നല്ല പോരാണ് എല്ലാരും ഫസ്റ്റ് ടൈമാണ് വലിക്കുന്നത് എന്തൊരു സാരടാ பாபுஜி ബാപ്പുജി സംസാരിച്ചിരിക്കും ബാപ്പുജി ഗാന്ധിജിയാണ് നമ്മളല്ലാതെ നാലാമത് பாபுஜி சிகரெட் ഇല്ല ഞാൻ വലിച്ചിട്ടില്ല ഞാൻ വലിക്കാൻ ഇത് നോക്കി ഇറക്കത്ത് ഞാൻ അങ്ങനെ വരുന്നേന്ന് ഇത് ഇത്രയും വലിയ ഇറക്കം എങ്ങനെയാണ് ഞാൻ ഇറങ്ങുന്ന ഇത് പൊന്നു പുലാനെ അത് കേട്ടു വാടാ ഇത് കേട്ടോ ആ വാ പുറകെ വാ ഒന്ന് പുറത്തോട്ട് പോവാ വാ വാ പുറകെ പുറത്തോട്ട് പോവാ കേട്ടോ ഇത് പുറത്തോട്ട് പോയിട്ട് പുറത്തെത്തുന്നില്ലല്ലോ பொங்கல் எடுக்கணுமா എടുത്ത പൊങ്കുമോ ഇതാ നല്ല വീട്ടുണ്ട് இல்ல இல்ல நான் ட்ரெயின்ட் இல்லையா அதனால ഓ വെരി ഗുഡ് ആ മേലോട്ട് നേരെ எப்படி போகணும் കുട്ടി വേറൊരു ബൊമ്മ ഉണ്ടായിരുന്നു ലൈഫ് ലോങ് പോണം നമ്മൾ രണ്ടുപേരും ആയപ്പോണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിലൊരു ബൊമ്മയല്ലേ എന്നെ കൊണ്ടുപോകണം ഞാൻ அவருக்கு நடக்க முடியலன்னு சொல்றாங்க അപ്പൊ എന്നെ പാട്ട് എപ്പടി ഒരു മിനിറ്റ് ഇത്രയും വന്ന സ്ഥിതിക്ക് നിന്റെ ഒരു പാട്ട് സുനിയുടെ ഒരു പാട്ട് ഒരു പാട്ട് കൂടി അത് ഹലോ ചുരുമണി ഹലോ കേൾക്കുമോ
അളിയ എനിക്കൊന്നും തരില്ല. കൊപ്പിയാന്ന് പറഞ്ഞ സാധനം എനിക്ക് വേണ്ട. നീ അടിക്കില്ല. ഒരു കുപ്പിയില് ഒരു ഗ്ലാസ്സിൽ ഒരു തുള്ളി വെള്ളം എന്റെ വാക്കത്ത് വെച്ചല്ലേ. തുള്ളി വെള്ളം വേണ്ട. ബാബുസേട്ട് ഓഫല്ല ഓണാണ് ആക്കിയത്. അപ്പൊ കൊണ്ടുപോയി ഇങ്ങോട്ട് വരാ അളിയാ നീന്റെ പരിസരം മനസ്സിലാക്കിയ പുറത്ത് നീയാണ് രായ. മറ്റേ ആരും വേറെ ആരും മനസ്സിലാക്കാത്ത സമയത്ത് ഒരിക്കലും എനിക്ക് സത്യം പറഞ്ഞ നീ ഇല്ലാത്ത സമയത്ത് ആകുകൊണ്ടിരുന്ന ആപണി ആരുന്നടാ. ആരുടെ ദേവത ബ്ലാക്ക് കളർ ഞാൻ സംസാരിക്കണ്ടല്ലോ. വെള്ളം സംസാരിക്കല്ലേ ബാബു പിഞ്ചു മനസ്സിലാണ്. അവനെ പൊന്നെ പോലെ നോക്കണം. കണ്ടില്ലേ ഇതേപോലെ അവനെ കെയർ ചെയ്യണത്. ഇതേപോലെ നീയും കെയർ ചെയ്യണം. ബാബുസേട്ടെ പറ്റി എന്നെ ഞാൻ നിന്റെ ചെവിയിൽ ഒരു രഹസ്യം പറഞ്ഞു തരാറാ. നമ്മളിവിടെ വെള്ളം അടിച്ചിട്ട് എല്ലാരും അറിഞ്ഞെന്ന് തോന്നുന്നത് കേട്ടോ. രായനല്ലേ അവൻ മണ്ടനാടാ. അടിച്ചത് കത്തി വീണ്ടും വീണ്ടും അടിച്ചടിച്ചിരിക്കാ. അതല്ല ചോദിക്കുന്നത്. നീ ഏത് സ്പോട്ട് അടിച്ചത്? ഞങ്ങളൊക്കെ പറയുമ്പോ പയ്യ പറയണതാ. ആവണി ഒന്ന് വിളിച്ചേ. ആവണി ഒന്ന് വിളിക്കോ? ഫോണ് കാട്ടി എന്റെ പൊണ്ണ് കാർലോ, ഇതൊക്കെ അമ്മുക്കുട്ടി അറിഞ്ഞ പ്രശ്നമാവും. രണ്ടും മൂന്നൊരു കുട്ടി പിള്ളേരല്ലേ. ഒന്നരക്ക് ഉപദേശിച്ച് നന്നായി. ആരെങ്കിലും ഒന്ന് ഉപദേശിച്ചെങ്കിൽ ഞാൻ വരില്ലായിരുന്നല്ലോ ഇവിടെ. ബാബു ബാബു നീ മനസ്സിൽ വെച്ച സത്യ കൊച്ചിന്റെ അടുത്ത് പറയടാ. രായിനെ വിളിക്കില്ല. പറയാനും വിചാരിച്ചോ? വെള്ളം വയറ്റി കിടക്കണം. ഒരു അന്യ സ്ത്രീ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ സുനുമോന്റെ പാട്ട് കഴിയട്ടെ. സുനുമോന്റെ പാട്ട് നീ മയക്കി സോറി. ഞാൻ കാരണം അവൻ ഈ പാട്ട് കേൾക്കേണ്ടി വരേണ്ടതില്ല. സോറി. പാടു പാടു കൂടെ പാടു. ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്നും എന്റെ കൂടെയുള്ളവരുടെ ഹൃദയത്തെ മനസ്സിലാക്കിക്കൊണ്ടും ഒരു ഗാനം ആലപിക്കുക. കപ്പലപകടം അല്ലെങ്കിൽ കപ്പലി മയ്യത്തോ എന്ന മലയാള സിനിമയിലെ
ഒരു ഗാനമാണ് കബൽ മയറ്റും നീ കണ്ടില്ല എന്റെ മനസ്സിലൊരുത്തി അവളിവളോ അവളവളോ അവളുടെ മനസ്സിൽ ഞാനോ അതോ നീയോ ആർക്കുമെന്ന് വേണ്ട വേണ്ട ഇനി വേണ്ട ശുദ്ധ സ്നേഹം സത്യം അത് സത്യം ആർക്കും അത് കാണണ്ട അതെന്താ അതെന്താ ഹൃദയം എടുത്തു വെച്ചാൽ വെറും ചെമ്പരത്തി എന്റെ സഹോദരനായ ബംഗാളിൽ നിന്ന് വന്ന് എന്നെ മലയാളം പഠിപ്പിച്ച ബാബു ചേട്ടന് വേണ്ടി ഞാൻ ഈ ഗാനം ആലംബിക്കുന്നു. ആലംബിച്ചു കഴിഞ്ഞു. നീ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ട് പാട്ട് ഏതാണ് എന്റെ സ്റ്റേജിൽ കയറി ചെറ്റപ്പരിപാടി കാണിക്കുന്നത് നീ ആദ്യമായിട്ടല്ല. വെള്ളം ഒഴിച്ച വയറ്റിൽ കേൾക്കണം ആദ്യമായിട്ടല്ല. നീ പാട്ടിന്റെ പേര് പറഞ്ഞു, പാട്ട് പാടിയിട്ടില്ല. ഇത് ഫുള്ള് പാട്ടിന്റെ പേര് നിനക്കും അറിയാം, ഊനും അറിയാം, ശ്രേക്കും അറിയാം, ബായ്ക്കും അറിയാം. ഭാര്യ വന്ന പെമ്പിളാരുടെ അപമര്യാദ പെരുമാറുന്നോടാ. അനാവശ്യമായി പെമ്പിള്ളാരുടെ അപമര്യാദ പെരുമാറുന്നവൻ. നമ്മൾ ആരംഭിക്കാൻ അവൻ പെമ്പിള്ളാരുടെ അപമര്യാദ പെരുമാറുന്ന അടുത്തതായി രായട്ടിന്റെ പാട്ടാണ്. നിനക്ക് ഒന്നും കൂടെ അപമര്യാദ പെരുമാറുന്നുണ്ടോ? നേരെ നിന്നങ്ങനെ நடக்க வேணாம். ഇല്ല പ്രശ്നമില്ല. ഒരു മിനിറ്റ് അവിടെ ഒന്ന് അങ്ങോട്ട് ഒന്ന് സംസാരിച്ചോട്ടെ. ഒന്ന് മതി, ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. നീ എന്തോടാ അങ്ങോട്ടോടാ അടിക്കുമ്പോ മാറിക്കളയുന്നോടാ. അവൻ അങ്ങോട്ട് പോയി. അടിക്കാൻ നീ അവിടെ ഇന്നോണോ? എവിടാ? ഞാൻ പുറകെ അടിക്കാൻ അറിയാതെ ബാബു കാലത്തെ ബാബുന്റെ ആഗ്രഹം പറയാ എന്നെ അടിക്കണെന്ന്. അവ അടിത്തടാ, അടിച്ച് പഴച്ച് മൈക്കിലൊന്നും നിൽക്കുന്ന മാലകയോ ആ പാട്ട് പാട്. അതാണ് ആ ഒരു പാട്ടിനെ കൊഞ്ചു പാടുമ്പോ நெஞ்சுக்குள் தேடிடும் വാ 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 நீலுக்குள் ஓய்வு கேடும் தாமரை വാ വാ சற்றென்று மாறுது வானிலை പെണ്ണെ ഉന്മയിൽ തീരും. എനിക്ക് വേണ്ടി പറഞ്ഞ പാട്ട് നീ എന്തിനാ കേക്കുന്നത്? അവന്റെ കാർലോസ് എടപ്പള്ളി അവ എന്നും കെട്ടിട്ട് സാധനം അടിച്ച് ഉറങ്ങണടാ. ബാബുസേട്ട് അപ്പൊ ഇതുവരെയായിട്ട് ബാബുസേട്ടിന്റെ കാര്യം ശ്രദ്ധിച്ചിട്ട് ഹലോ ആ സൈഡിൽ കിടക്കുന്ന ഒരു പയ്യൻ ചാരി കിടക്കണുണ്ടോ അവിടെ ബേക്കിൽ നമ്മളെ കൂടെ വന്നിട്ടോ ബേക്കിൽ അവ അടിച്ച സാരം പിടിച്ചാൽ 14 days. It's fucking 14 days, guys. It's fucking 14 days. നമ്മളെ കൂടെ ഉണ്ടായിട്ട് ഇത്രയും കവറ്റ് ആവാൻ പറ്റുന്ന സാധനം നമ്മളോട് നീ പറഞ്ഞില്ലല്ലോ. ശരിയാ, ഇങ്ങനെയാണോ കാർലോ? ഞാൻ കാർലോ കണ്ടത്
തുന്നിമോനും കവട്ടിയാ ഇവനൊക്കെ എന്ത് സാധനം അടിച്ചു? നമ്മളടിച്ച സാധനമല്ല ഇവനും അടിച്ചു. രണ്ടുപേര് കവട്ടി. മുൻദിനം പാട്ടതും തോറ്റേനെ അത് കൊള്ളാറുന്നില്ലേ? വളരെ കണ്ണാ സൈഡ് ചാരി വെച്ചിരിക്കുന്നുണ്ട്. അതിന്റെ മറ്റേ സിനിമയിലുണ്ടാകുന്ന പുള്ളിക്കാരൻ. പൊന്നാനതേ. ഇവിടെ റിംഗ് ടോൺ അടിക്കുന്ന ഫോണില്. കൊച്ചാണ്. സോറി. ഒരു നിമിഷം കോൾ വരുത്. അയ്യോ. കോള് വന്നതല്ല, ശരിക്കും നാണം വന്നതാണ്. ചിരിച്ചിട്ട് പോയ എൻട്രാ ബാബു. നമുക്ക് എല്ലാവർക്കും ഒരു ചെറുപ്പൊടി കുറിച്ചല്ലേ നമുക്ക് ഒരു പാപത്തിലിருக்கு. സല്യൂട്ട്. അത് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് സുരേഷ് സുരേഷ് സലാം. അങ്ങനെ ഓക്കെ ഒരു നല്ല இருக்கு. പാട്ടാ മറ്റേ ബാബുജി ഒരു പാട്ട് எனக்காக நான் ஒரு காரியம் ചോദിക്കട്ടെ? ഉണക്കാക വാഴ നനയ്க்கிறேன். അത് എല്ലാരും അത് തന്നെ പറയുന്നത്. ഉണക്കാക വാഴ നനയ്க்கிறேன். 24 വർഷമായി വാഴ നനച്ചുകൊണ്ടിരിക്കുന്നു. ഇത് തന്നെയാണ് പറയുന്നത്. ഉണക്കാക വാഴ നനയ്க்கிறேன். ആ ഇനിട്ടാ അവനെ അടിച്ചിട്. പറഞ്ഞത് ഡെവിൻ കാർലോസ് ബ്രോ. സബ്സ്ക്രൈബ് അവന്റെ കൂടെ ഉള്ള ആരാണ്? ഹലോ ഇത് നമ്മൾ നിന്റെ അടുത്ത് പറഞ്ഞോണ്ടിരുന്ന പാർട്ടി. എല്ലാരും കുടിച്ചൊക്കെ ഫിറ്റ് ആണല്ലേ? അവനെ വളരാൻ ആവണിയെ മയക്കിയെടുക്കാൻ നോക്കണത്. അവൻ മണ്ണി ചോദിക്കണമല്ലോ. കണ്ടിട്ട് നിങ്ങളാണല്ലോ മഞ്ഞിരിക്കുന്നത്. മയക്കത്തിന്റെ കാര്യം പറയാൻ ഇതേത് മൈരൻ കണ്ണിൽ വെളിച്ചടിക്കില്ലേ? കണ്ണിൽ വെളിച്ചടിക്കില്ലേ? അയ്യോ നമ്മൾ കറിയാത്തുണ്ട്. ഇതേത് വഴി? അയ്യോ രണ്ട് സംഭാരം വാങ്ങിച്ചിട്ട് വരാം. ഇവർക്ക് ബോധമില്ല. നാനും വരവാ. പപ്പടം വെള്ളം അടിച്ചാ നീ ഇങ്ങനെ സംസാരിക്കില്ല. പറഞ്ഞു തൂക്കി. இல்ல உங்களை உங்களை ஆட்ல ஆக்கிட்டு போறேன். ஆட்டுக்கு போலாம். നീ ഇതിനെ കഴിച്ച് ആട്ടുമില്ല ബൈക്കിലാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. என்கிட்ட கார் இருக்கு. ஓபன் ரூஃப் கார் இருக்கு. அதுல போலாமா? போல நடக்க முடியுமா உங்களுக்கு? கார்ல கேறலோ கார்ல கேறலோ. பாபுஜி இருங்க. நடக்க முடியுமா? வண்டி எடுத்தோ. ஆபனி வண்டி எடுக்க. நீ குலால் நீ ஃப்ரெண்ட் சீட் இருந்தோ. நீ ஃப்ரெண்ட் சீட் இருந்தோ. അണ്ണാ എഞ്ചിൻ ഒന്ന് സ്റ്റാർട്ട് ആക്കി തരൂ. വണ്ടി കേറ് രായ. വണ്ടി ഓട്ടിക്കണ്ട. വണ്ടി എടുത്ത സീറ്റ് ബെൽറ്റ് പോലീസ് പോലീസ് വന്നു കഴിഞ്ഞ നിക്കട പോലീസിന്റെ മോനെ പാട്ടി നാറി ഇവനും കവട്ടി. எதுக்கு இவரை கொல்றாரு? நானல்ல இது போலீஸ். இது போலீஸ். எது பிடிக்கிற பிரச்சனை இல்ல. போலீஸ் இரு போலீஸ். சரி நான் உங்களை ஆஃப்ல விட்டுட்டு கிளம்புறேன். வரீங்களா? அண்ணே நீ பெல்லாரி எடுத்து அவளி வண்டி போலீஸ் போலீஸ் எங்க கரெக்டா வண்டி கட்டில்ல போலீஸ். அது போலீஸ் வண்டி கிடையாதே. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായി.